സന്ദീപ് വാര്യരെ നഷ്ടപ്പെട്ടതുകൊണ്ടാണോ? അവർ ശ്രമിച്ചിരുന്നല്ലോ. അല്ല, അത് അവരാണ് വ്യക്തമാക്കേണ്ടത്. എനിക്കിപ്പോൾ ഞാൻ വെറുതെ പറയുന്നതല്ലല്ലോ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതല്ലേ ഇതിന്റെ പിന്നെ ഇവരെങ്ങനെയായി ഈ കാര്യങ്ങൾ പ്രതികരിച്ചെന്ന്. അല്ല, അതാ ഞാൻ പറഞ്ഞത്, ഒരു സ്ക്രീൻഷോട്ട് വ്യാജമായിട്ട് ഉണ്ടാക്കി നിർമ്മിച്ച് അവരവരുടെ ഫാക്ടറിയിൽ തന്നെ ഉണ്ടാക്കി അത് എൻ്റെ തലയിൽ ചാരാൻ പിന്നെ ശ്രമിച്ചു. അതിലിപ്പോൾ അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ. അദ്ദേഹം ഇന്ന് പത്രക്കാരെ കണ്ടപ്പോൾ അത് പറഞ്ഞിട്ടുണ്ടല്ലോ, അത് വ്യാജമാണെന്ന്. അത് ഫേസ്ബുക്കിൽ തെരഞ്ഞിട്ടും ഫാക്ട് ചെക്കിങ്ങിൻ്റെ ആയിട്ടുള്ള ഡീറ്റെയിൽസ് അവർ തന്നെ പുറത്തുവിടുന്നുണ്ടല്ലോ. അപ്പം ഇങ്ങനെ വ്യാജ നിർമ്മിതികൾ, വടകരയിലും ഇതും തമ്മിലുള്ള ഒരു വ്യത്യാസം, അവിടെ തെരഞ്ഞെടുപ്പിൽ ഡയറക്റ്റ്ലി തങ്ങൾക്ക് സഹായം കിട്ടാൻ വേണ്ടിയും ഇൻഡയറക്ട്ലി രാഷ്ട്രീയമായി BJPക്ക് സഹായം കിട്ടാൻ വേണ്ടിയുമാണ് ചെയ്തത്. പക്ഷെ ഇവിടെ എല്ലാം കൊണ്ടും BJPക്ക് സഹായം കിട്ടാനാണ്. ഇലക്ഷനിലും നേരിട്ടൊരു ഒരു ഉപകാരം അവരെ സംബന്ധിച്ചിടത്തോളം ഇല്ല. ഇലക്ഷൻ കഴിഞ്ഞ ശേഷമുള്ള രാഷ്ട്രീയ പ്രചരണത്തിലും അവർക്ക് നേരിട്ടൊരു ഉപകാരമില്ല. നിങ്ങൾ ഈ വോയിസുകളൊന്ന് കേട്ടെ. നല്ല മനുഷ്യനാണ്. മാത്രമല്ല, ദാർശനിക തലത്തിൽ നിന്ന് നോക്കിയാൽ ഞാൻ അദ്ദേഹത്തെ മനസ്സിലാക്കിയെടുത്തോളം RSSുമായി പൊരുത്തപ്പെട്ടു പോകുന്ന ഒരു മനസ്സല്ല. ഏതൊരാൾക്കും ഈവൺ RSS നാട് വരുത്താൻ വിചാരിക്കും. അങ്ങനെ വന്നിട്ടില്ല ഞങ്ങളുടെ കൂടെ. ഒരു വ്യക്തി എന്നുള്ള നിലയിൽ സംസാരിക്കാനുണ്ട്. നിങ്ങളിത് നോട്ട് ദാർശനികമായി എടുത്തു നോക്കുകയാണ് AK ബാലൻ സന്ദീപ് വാര്യരെ പറഞ്ഞ്. പുള്ളി പറഞ്ഞ വീഡിയോ ദാർശനികമായിട്ട് ഞാൻ എടുത്തു നോക്കുമ്പോൾ ഒരിക്കലും RSSുമായി സമരസപ്പെട്ടു പോകാവുന്ന ഒരു മനസ്സല്ല സന്ദീപ് വാര്യരുടേതെന്ന് AK ബാലനാ പറഞ്ഞത്. എന്നിട്ട് ഇങ്ങനെ ഒരു പരസ്യം കൊടുക്കാവോ? പണ്ട് ജയരാജന്റെ കൈവെട്ടി കൊല്ലാൻ ശ്രമിച്ചപ്പോൾ ഞങ്ങള് ബൾബ് തകർക്കുന്നത് നിർത്തി, ഇനി ഞങ്ങൾ ട്രാൻസ്ഫോമർ തന്നെ കത്തിക്കുന്ന പ്രസ്താവന കൊടുത്തവരെ നമോ വിചാർ വേദിയിൽ നിന്ന് നേരിട്ട് പാർട്ടിയിലേക്ക് ക്ഷണിച്ച ചരിത്രമുള്ള ആളുകൾ ഈ കാര്യത്തിന് കോൺഗ്രസിന് ക്ലാസ് എടുക്കാവോ? P ജയരാജനെ പോലെ ഒരാളെ. അപ്പൊ ആ വർഗീയതയിൽ നിന്ന്, RSSൽ നിന്ന് ഒരാളെങ്കിലും ഒരാള് അത് വേർപെട്ടു പോകുമ്പോൾ, അല്ലെങ്കിൽ ആശയങ്ങളോട് വിട പറയുമ്പോൾ അതിൽ BJPക്കുള്ള അസ്വസ്ഥത മനസ്സിലാവും. ഇവരുടെ അസഹിഷ്ണുത ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. ഹീനമായ ശ്രമമായി പോയി. അജണ്ട ഒന്നേ ഉള്ളൂ, സംഘപരിവാറിന് ഗുണമുണ്ടാവണം, BJPക്ക് ഗുണമുണ്ടാവണം. പാലക്കാട്ടെ തെരഞ്ഞെടുപ്പിൽ CPM ഇന്ന് കൊടുക്കും. CPM പ്രവർത്തകർ പോലും ഇതിനെ തള്ളിക്കളയും. അവർ പോലും ഇതിനെതിരെ പ്രതികരിക്കും. വടകരയിൽ ഇങ്ങനെ ഉണ്ടായപ്പോൾ ചരിത്രത്തിൽ ഒരു UDF സ്ഥാനാർത്ഥിക്കും കിട്ടാത്ത ഭൂരിപക്ഷമാണ് വടകരയിലെ ജനങ്ങൾ കാത്തുവെച്ചത്. അത് മുഴുവൻ UDF വോട്ട് മാത്രമാണെന്ന് കരുതാൻ വയ്യ. കൂത്തുപറമ്പ് നിയോജകമണ്ഡലത്തിൽ വരെ 10,000-ഓളം വോട്ടിന്റെ ഭൂരിപക്ഷമാണ് UDFന് ലഭിച്ചത്. അതിൽ ഇടതു വോട്ടുകൾ ഉണ്ടായിട്ടുണ്ടാകാം. ഞാൻ സമാനമായ രീതിയിൽ പാലക്കാട് പറയുന്നു, ഈ ഹീനമായ ധ്രുവീകരണ ശ്രമത്തെ പാലക്കാട്ടെ ജനാധിപത്യ മതേതര മനസ്സ് ഒരുമിച്ച് എതിർക്കും. പിന്നെ ഒരു കാര്യം തിരിച്ചു വയ്ക്കാനുള്ളത്, ഈ രണ്ട് പത്രങ്ങളല്ലാത്ത പത്രങ്ങൾ, ഇപ്പോൾ ദേശാഭിമാനിയുടെ വായനക്കാർക്കിടയിൽ കാറ്റർ ചെയ്യാൻ പറ്റിയ ഒരു പ്രോഡക്റ്റായിട്ട് ഇവർ ഈ പരസ്യത്തെ കാണാൻ കഴിയാത്ത എന്തേ അവർക്ക്? ദേശാഭിമാനിയുടെ വായനക്കാരന് പോലും ഉൾക്കൊള്ളാൻ കഴിയുന്നതല്ല എന്ന് അവർക്ക് എന്തുകൊണ്ട് തോന്നി? രണ്ട്, ഇവിടുത്തെ ഒരു മൈനോറിറ്റിയുടെ രാഷ്ട്രീയ ബോധത്തെ ഇവർ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യല്ലേ ചെയ്യുന്നത്? മൂന്ന്, ഇതല്ലാത്ത കമ്മ്യൂണിറ്റീസോ? ഇവിടുത്തെ മെജോറിറ്റി കമ്മ്യൂണിറ്റി സെക്യുലർ അല്ലേ? ഞാൻ പറഞ്ഞത്, ഒരു വർഗീയതക്കെതിരായിട്ടുള്ള നിലപാടാണ് ഈ പരസ്യമെങ്കിൽ അത് ഇവിടുത്തെ മെജോറിറ്റി കമ്മ്യൂണിറ്റിക്കും ബാധകമല്ല. അവരെന്താ സെക്യുലർ അല്ല എന്ന് CPMന് അഭിപ്രായമുണ്ടോ? ഡിവൈഡ് ആൻഡ് റൂൾ പോലെയാണ് അവരുടെ പ്രചരണം. ഭിന്നിപ്പിച്ച് നടത്തുന്ന പ്രചരണമാണ് CPM നടത്തിക്കൊണ്ടിരിക്കുന്നത്. സംഘപരിവാർ തോൽക്കുന്ന തരത്തിൽ. ഞാൻ ആ നിലപാടിനെ സ്വാഗതം ചെയ്യുന്നു. കാരണം അവരുടെ അറിവോടെ കൊടുക്കാൻ പറ്റിയ ഒരു പരസ്യമോ കണ്ടന്റോ അല്ല അതിന്റെ ഉള്ളിലുള്ളത് എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. എന്നെ പ്രാദേശികമായിട്ട് ആളുകൾ വിളിച്ചിരുന്നു. ഇത്രയും മോശപ്പെട്ട ഒരു കണ്ടന്റും കൊണ്ട് അതിന്റെ വരിക്കാരല്ലാത്ത സെലക്റ്റഡ് വീടുകളിലേക്ക് ആ പത്രം കൂടുതൽ പ്രിന്റ് അടിച്ച് കൊണ്ട് കൊടുക്കുക. CPM ആണ് ചെയ്യുന്നത്, ഓർക്കണം. അതിന്റെ പ്രവർത്തകർ ഓർക്കണം. പൊതുസമൂഹം തിരിച്ചറിയുന്നുണ്ട്. CPMന്റെ പ്രവർത്തകർ ഓർക്കണം. നിങ്ങളുടെ കൈകളിലാണ് നിങ്ങളുടെ പാർട്ടിയിലെ ചിലർ ഇത്തരം വിഷലിപ്തമായ പ്രചരണായുധങ്ങൾ നൽകി വീടുകളിലേക്ക് അയക്കുന്നത്. അല്ല, ആ തീരുമാനത്തിന്റെ അവസ്ഥയായി പറഞ്ഞത്. അവർ തന്നെയാണല്ലോ തീരുമാനിച്ചത്. ഞങ്ങളാരും പ്രശ്നം ചെയ്തിട്ട് തീരുമാനിച്ചതല്ലല്ലോ.
ഏത് പത്രത്തിൽ എന്തുള്ളടക്കം കൊടുക്കണമെന്ന് അവർക്ക് തന്നെ തീരുമാനിക്കാം. അവർ തന്നെ തീരുമാനിച്ചോട്ടെ, കൊടുത്തോട്ടെ. പക്ഷെ ഈ നാടിനെ തമ്മിലടിപ്പിക്കാനുള്ളതാവരുത്. ഇവിടുത്തെ നിയമങ്ങളും ചട്ടങ്ങളും അത് പാലിക്കുന്നതായിരിക്കണം. അവരെന്താണ് ഉദ്ദേശിച്ചത്? അതിന് നേരെ വിപരീതമായിട്ടാണ് നടക്കുക എന്നാണ് പറയുന്നത്. അവരുദ്ദേശിച്ചത് BJPക്ക് ഒരു സപ്പോർട്ടാണ്. തെരഞ്ഞെടുപ്പിന്റെ തലേ ദിവസം അവസാനമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സഹായം. പക്ഷെ അത് നടപടിയാവില്ല. ഇവിടെ BJPയെ UDF പരാജയപ്പെടുത്തിയിരിക്കുമെന്ന കാര്യത്തിന് ഒരു സംശയവും വേണ്ട.